ഈ ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത ആ ഒരു സംഭവം അടിസ്ഥാനമാക്കിയിട്ടാണല്ലോ ഈ ഹിജറ വർഷം ഒരു പുതുവർഷം എന്നുള്ള നിലയ്ക്ക് തുടങ്ങണം. അപ്പോൾ ധാരാളം പ്രവാചകന്മാർക്ക് അവരുടെ മുസീബത്തുകളിൽ നിന്ന് അവർക്ക് രക്ഷ ലഭിച്ച ഒരു മാസമാറ്റം ഒരു മുഹറത്തിന് എണ്ണാൻ സാധിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഏവർക്കും നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിക മതവിശ്വാസികൾക്കും അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലും ഏറെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഹിജറ എന്ന സംഭവത്തെ കുറിച്ചും ഹിജറ വർഷത്തിലെ ഹിജറ കലണ്ടറിലെ ആദ്യത്തെ മാസമായ മുഹറമിനെ കുറിച്ചുമുള്ള ചർച്ചകളാണ് ഇന്ന് നാം ഈ എപ്പിസോഡിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായി നമ്മൾ ഹിജറയെ കുറിച്ച് നോക്കുമ്പോൾ ഹിജറ എന്നുള്ളത് മുമ്പ് പറഞ്ഞതുപോലെ ഇസ്ലാം മതത്തിൽ ഏറെ ഒരു പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏറെ മൂല്യമുള്ളൊരു സംഭവമായിട്ട് നമുക്ക് ഹിജറയെ കണക്കാക്കാൻ പറ്റും. ഇസ്ലാം അതിൻ്റെ പ്രബോധനങ്ങൾ തുടങ്ങിയപ്പോൾ അത് പരസ്യ പ്രബോധനത്തിലേക്ക് എത്തുകയും ശേഷം ഖുറൈശികൾ അല്ലെങ്കിൽ ശത്രുക്കളുടെ ആക്രമണങ്ങൾ മൂലം തങ്ങളുടെ നാടായ മക്കയിൽ നിന്നും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മദീനയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ കൂടി വരുന്നൊരു സാഹചര്യത്തിലാണ് ആ ഒരു സംഭവത്തിനാണ് ആ ഒരു പലായത്തിനാണ് ഹിജറ എന്നുള്ള ടേം ഉപയോഗിക്കാനുള്ളത്. അതുപോലെ തന്നെ ഏറെ ഹിജറയിലേറെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഒരു മാസം കൂടിയാണ് മുഹറം എന്നുള്ളത്. അപ്പോൾ ഓരോ പുതുവർഷം വരുമ്പോഴും ഓരോ ഹിജറ വർഷം വരുമ്പോഴും മുസ്ലിങ്ങളൊക്കെ ഈ സംഭവത്തെ അതിൻ്റെ സ്മരണയിൽ ലയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പുതുവർഷം കടന്നു വരുമ്പോഴും മുസ്ലിങ്ങൾ ഹിജറയ്ക്ക് കൂടുതൽ ഓരോ ഹിജറ അതിൻ്റെ ഓരോ കാര്യങ്ങളും സ്മരണകളും അതിലൂടെ മുസ്ലിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത ആ ഒരു സംഭവം അടിസ്ഥാനമാക്കിയിട്ടാണല്ലോ ഈ ഹിജറ വർഷം ഒരു പുതുവർഷം എന്നുള്ള നിലയ്ക്ക് തുടങ്ങണം. അപ്പോൾ മറ്റ് മതസ്ഥരെ വെച്ച് നോക്കുമ്പോൾ ന്യൂ ഇയർ ആണെങ്കിലും ന്യൂ ഇയർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒക്കെ കൊട്ടി ആഘോഷിക്കുക. മറ്റേത് ഇപ്പോൾ ക്രിസ്തു മതത്തിലാണെങ്കിലും കൊല്ലവർഷം ഉണ്ട് കേരളത്തിൽ. അപ്പോൾ ഒരു പ്രത്യേക ഒരു മതം ബേസ് ചെയ്തിട്ടല്ലെങ്കിലും കൊല്ലവർഷം ഒക്കെ ഒരു പുതുവർഷം എന്നുള്ള നിലക്ക് കൊട്ടി ആഘോഷിക്കുക എന്നുള്ള നിലക്ക് ഉണ്ടാവുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഇസ്ലാമിൻ്റെ ആദർശ പ്രകാരം ഒരു ആത്മവിശുദ്ധി നേടാനുള്ള ഒരു അവസരമായിട്ട് ഓരോ പുതുവർഷം വരുമ്പോഴും കണക്കാക്കണമെന്നാണ് എന്തായിട്ടുള്ളത് ഇസ്ലാമിൻ്റെ മഹാന്മാർ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കണമെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഓരോ പുതുവർഷം നമ്മൾ കടന്നു വരുമ്പോഴും ഇപ്പോൾ അള്ളാഹു താല എന്തായിട്ടുണ്ട് ഓരോർക്കും പ്രത്യേക അജല്, അതായത് ഒരു ഇത്ര വയസ്സ് കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അള്ളാഹുവിലേക്ക് മരണത്തിലേക്ക് അടുത്തുകണു എന്നുള്ള ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ ആദർശപരമായിട്ട് അടുക്കാനുള്ള ഒരു അവസരമായിട്ട് കണക്കാക്കണമെന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഹിജറ ഇവിടെ കൺസെപ്റ്റായി എടുക്കുമ്പോൾ നമുക്ക് ആദ്യം ഹിജറയുടെ പശ്ചാത്തലം എന്തായിരുന്നു എന്നുള്ളതിന് തുടങ്ങാം. അപ്പം ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ഹിജറിൻ്റെ പശ്ചാത്തലമാണ് നോക്കാൻ പോകുന്നത്. അപ്പം ആദ്യമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായിട്ട് മക്കയിൽ നല്ലൊരു സ്റ്റാറ്റസുള്ള ഖുറൈശികൾക്കിടയിൽ നല്ലൊരു സ്റ്റാറ്റസുള്ള ഒരു കുട്ടിയായിരുന്നു. അതായത് ചെറുപ്പത്തിൽ തന്നെ അല്ലമീൻ അല്ലെങ്കിൽ സ്വാദിഖ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരു കുട്ടിയാണ്. ഖുറൈശികൾക്ക് എല്ലാവർക്കും വിശ്വാസമായിരുന്നു നബി തങ്ങളെ എന്തെങ്കിലുമൊക്കെ തങ്ങളുടെ സമ്പത്തുകളൊക്കെ നബി തങ്ങളെയായിരുന്നു അവർ ഖുറൈശികളൊക്കെ ഏൽപ്പിക്കാറ്. അപ്പോൾ ആ രീതിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ന് ചെറുപ്പകാലത്ത്, അതായത് ഈ ഒരു നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് ധാരാളം സ്വീകാര്യതയുള്ളൊരു നാടായിരുന്നു മക്ക. മുത്തുനബി എന്ത് പറഞ്ഞാൽ അതൊക്കെ അവർ വിശ്വസിക്കുന്ന ആ ഒരു രീതിയിലായിരുന്നു നബിയുടെ സ്റ്റാറ്റസ്. അപ്പം അതുമുതൽ മറിച്ച് ആ ഒരു കാലം നോക്കുകയാണെങ്കിൽ അതായത് മക്കയിലും അതുപോലെ തന്നെ അറേബ്യയിൽ മുഴുവൻ ഡാർക്ക് ഏജ് എന്ന് പറയും. അതായത് ഒരു ഇരുണ്ട യുഗമായിരുന്നു. കള്ളും കൊലയും അതുപോലെ തന്നെ അങ്ങനെ ധാരാളം ചൂതാട്ടം പോലുള്ള ധാരാളം കുറ്റകൃത്യങ്ങൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞുകൂടിയ ഒരു അവസ്ഥയായിരുന്നു അന്നത്തെ മക്കയിലെയും മൊത്തമായിട്ട് അറേബ്യയിലെയൊക്കെ അവസ്ഥ. അപ്പം ആ ഒരു സമയത്ത് ഈ ഒരു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിൽ നിന്നൊക്കെ വിട്ടു നിന്നിരുന്നു. തൻ്റെ ചെറുപ്പകാലത്ത് തന്നെ ഈ ഒരു അവസ്ഥകളിൽ നിന്നൊക്കെ വിട്ടു നിന്നു. പിന്നീട് നബി തങ്ങൾ
ഒരു 40-ാം വയസ്സിലേക്ക് എത്തിയപ്പോൾ ഹിറാ ഗുഹയിലേക്ക് പോയി അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയും ആ ഒരു ടൈമിൽ ജിബ്രീൽ അലൈഹി സ്വലാം വന്നിട്ട് നബിക്ക് ഈ ഒരു ഇസ്ലാമിൻ്റെ പാഠങ്ങളൊക്കെ ഓതി കൊടുക്കുകയാണ്. അങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു ഇസ്ലാമിൻ്റെ പാഠങ്ങൾ ജനങ്ങളിലേക്ക്, മക്കയിലെ ജനങ്ങളിലേക്ക് ഓതുന്നത്. അപ്പം ഈ ഒരു ആദ്യകാലത്ത് അബൂബക്കർ റളിയല്ലാഹു നബിയുടെ ഭാര്യയും അലി റളിയല്ലാഹു അങ്ങനെ ചുരുക്കം പേര് മാത്രം ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. പിന്നീട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു ഇസ്ലാമിൻ്റെ ഈ ഒരു സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് കൈമാറാൻ തുടങ്ങി. അപ്പോൾ ഇത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കൈമാറി പോന്നിട്ടുള്ള ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ തീർത്തും സത്യമാണ്. തീർത്തും സത്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ആയിരക്കണക്കിന് ബിംബങ്ങളെ ആരാധിച്ചു പോന്നിരുന്ന ഒരു സമൂഹമായിരുന്നു അന്നത്തെ ഖുറൈശികൾ എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപേണ ഒരു ഏകദൈവം വിശ്വാസത്തിലേക്ക് ഇപ്പോൾ ഇത് ഈ ദൈവത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അബൂജഹൽ പോലത്തെ പല ആളുകളും ജനങ്ങളുടെ അടുത്ത് നിന്ന് പൈസ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുന്ന ഒരുപാട് ചരിത്രങ്ങളൊക്കെ നമ്മൾ കേട്ട ആണ്. അപ്പോൾ ഇത്തരത്തിലൊരു ഏകദൈവ വിശ്വാസം മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ചരിത്രകാരന്മാരും പണ്ഡിതന്മാരൊക്കെ അവരുടെ ആ ഒരു മനോഭാവത്തെ ഇത് സത്യമാണെന്ന് അറിഞ്ഞിട്ട് പോലും ഇതിനെ നിരാകരിക്കുന്ന ആ ഒരു മനോഭാവത്തെ ഒരു കിബർ ഇതാണത്. അപ്പോൾ കിബർ മനസ്സിൽ തങ്ങി നിന്നുകൊണ്ട് ഇത്തരത്തിൽ ഇസ്ലാം മതത്തെ അംഗീകരിക്കാനാവാത്ത ഒരവസ്ഥയും, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ നിരന്തരമായിട്ട് ആക്രമിക്കുക, എങ്ങനെയെങ്കിലും മുഹമ്മദിൻ്റെ ഈ പ്രബോധനം അവസാനിപ്പിക്കണം, ഇസ്ലാമിനെ അവസാനിപ്പിക്കണം എന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അപ്പോൾ ഈ നിരന്തരമായിട്ടുള്ള അക്രമങ്ങൾ സഹിക്കാതെ വന്നപ്പോൾ ആണ് ഹിജറ പോക്കിൻ്റെ ഒരു പശ്ചാത്തല ചിന്തക്ക് തുടക്കമാകുന്നത് എന്നുള്ളതാണ്. പക്ഷേ നബി തങ്ങൾ ഇതുകൊണ്ടൊന്നും എന്തായിട്ടില്ല, തളർന്നിട്ടില്ല. പ്രബോധനം തുടരുകയാണ്. പ്രബോധനമായി പരസ്യമായിട്ടും അതുപോലെ തന്നെ രഹസ്യമായിട്ടും പ്രബോധനങ്ങൾ തുടരുക തന്നെ ചെയ്തപ്പോൾ ഇതിനൊരു അറുതി വരുത്തണം, എന്തായാലും ഇത് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണം എന്ന ഒരു ചിന്തയിൽ ദാറുൻ നദ്വ ഓഡിറ്റോറിയം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എന്താവുന്നുണ്ട്, ഈ പ്രമുഖ ഖുറൈശി ആളുകളൊക്കെ എന്താവുന്നുണ്ട്, ഒരുമിച്ച് കൂടുന്നുള്ളതാണ്. ഇപ്പോൾ ഈ ദാറുൻ നദ്വയെ കുറിച്ച് പറയുമ്പോൾ അവിടെ നടന്നിട്ടുള്ള ഒരു പ്രധാന സംഭവത്തെ കുറിച്ച് ഒന്ന് കണ്ടുപിടിച്ച് പോവാം. അപ്പോൾ അതായത് ആ ദാറുൻ നദ്വ ഒരു സംഗമത്തിൽ വെച്ചാണ് ഉമർ, പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു എന്ന് പറയുന്ന ഉമർ നാളെ നിങ്ങൾക്ക് ഞാൻ മുഹമ്മദിനെ തല നിങ്ങൾക്ക് കൊടുന്ന് തരാം എന്ന് പറയുന്നത്. അങ്ങനെ ഊരിപ്പിടിച്ച ആളുമായിട്ട് കുതിരപ്പുറത്ത് മുഹമ്മദിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങുന്ന ഉമറിൻ്റെ അടുത്ത് വഴിയിൽ ഉമറിൻ്റെ സുഹൃത്തായിട്ടുള്ള നഈം വന്ന് നിന്നിട്ട് കൊണ്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പങ്ങളും അതേപോലെ തന്നെ പങ്ങളെ ഭർത്താവൊക്കെ എന്തായിട്ടുണ്ട്, ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെയൊന്നും ഈ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിൽ നിന്ന് തടയാൻ കഴിയാത്ത നിങ്ങളാണോ ഇസ്ലാമിൻ്റെ ശില്പിയായിട്ടുള്ള, ഇസ്ലാമിൻ്റെ പ്രബോധകനായിട്ടുള്ള മുഹമ്മദിനെ തടയാൻ പോകുന്നത് എന്ന ചോദ്യം കേട്ടുകൊണ്ട് രോഷാകുലനായിക്കൊണ്ട് ഉമർ നേരെ തിരിക്കുന്നത് തൻ്റെ സഹോദരിയായ ഫാത്തിമയുടെ വീട്ടിലേക്കാണ്. അങ്ങനെ ഫാത്തിമയുടെ വീട്ടിലെത്തിയ ഉമർ കേൾക്കുന്നത് ഖുർആനിലെ ത്വാഹ സൂറത്തിലെ ഏതാനും വരികളാണ്. അവിടുന്ന് തൻ്റെ മനസ്സലിയുകയും ഇസ്ലാമുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു ആദി ഉമറിന് എന്താവുകയും വരികയും അങ്ങനെ തുടർന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് പോവുകയും അവിടെ കലിമ ചൊല്ലിക്കൊണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. നേരത്തെ പരസ്യ പ്രചാരണം, ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ പരസ്യമായും പ്രബോധനം ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് മുസ്ലിങ്ങൾക്ക് ഒരുപാട് ക്രൂരമർദ്ദനങ്ങൾ സഹിക്കേണ്ടി വരികയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഉമർ തുടങ്ങി ഹംസ റളിയല്ലാഹു അൻഹു ഇവരെല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ഇസ്ലാം സ്വാഭാവികമായും പരസ്യപ്രഭ, അന്നത്തെ കാലത്ത് പേര് കേട്ട ആളുകളാണ് ഹംസ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും. അപ്പോൾ ഇവരുടെയൊക്കെ ആഗമനം ഇസ്ലാമിന് കൂടുതൽ ശക്തിയാവുകയും ഇസ്ലാം പരസ്യ പ്രബോധനത്തിന് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ പരസ്യ പ്രബോധനമായി മുന്നോട്ട് വരുമ്പോൾ മുസ്ലിങ്ങൾ പല പീഡനങ്ങൾ സഹിക്കേണ്ടി വരുമ്പോഴും നേരത്തെ മുമ്പ് പറഞ്ഞതുപോലെ ഹിജറ എന്നുള്ളൊരാശയം അവിടെ തുടക്കം കുറിക്കുകയാണ്. പക്ഷേ
അത് അള്ളാഹുവിൻ്റെ കൽപ്പന വരാത്തത് കാരണം അങ്ങനത്തെ ഒരു സംഭവങ്ങളിലേക്ക് നീങ്ങാതിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ മുസ്ലിങ്ങൾക്ക് അഥവാ അള്ളാഹുവിൽ വിശ്വസിച്ച മുഹമ്മദ് നബിയിൽ വിശ്വസിച്ച അള്ളാഹുവിൻ്റെ അനുയായികൾക്ക്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് അബിസീനയിലേക്ക് ഹിജറ പോകാൻ പറയുകയാണ്. ഇത് ഇസ്ലാമിൽ ഇതല്ല ഹിജറായിട്ട് കൂട്ടുന്നത്. ആദ്യമായി മുസ്ലിങ്ങൾക്ക് ഒരു രക്ഷ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ സമാധാനത്തോടെ ഒന്ന് ജീവിക്കാൻ വേണ്ടി അബിസീനയിലേക്ക് പറഞ്ഞേക്കുകയാണ്. അപ്പോൾ അന്ന് അവിടുത്തെ രാജാവായിട്ടുള്ള നജ്ജാശി രാജാവ് അദ്ദേഹം എല്ലാ മതക്കാർക്കും ഒരു അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ്. അഥവാ അവർക്കെതിരെ ആക്രമണങ്ങളോ അവർ ഏത് മതത്തിൻ്റെ ആവട്ടെ അവർ ആക്രമണങ്ങൾ നടത്തുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജ്ജാശി രാജാവിൻ്റെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുയായികളയക്കാണ്. അപ്പോൾ അങ്ങനെ മുസ്ലിങ്ങൾ മരുഭൂമിയിലൂടെ അബിസീനയിലേക്കുള്ള യാത്ര തുടരുകയാണ്. അപ്പം അങ്ങനെ അബിസീനയിലേക്ക് ഇവർ യാത്ര ചെയ്തെത്തുന്നു. നജ്ജാശി രാജാവും കൂട്ടരും മുസ്ലിങ്ങളുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുയായികളെ സ്വീകരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സ്വീകരിച്ച് അവരെല്ലാവരും അവിടെ അങ്ങനെ ഒന്ന് താമസം തുടങ്ങുന്ന സമയത്താണ് ഖുറൈശികൾ മുഹമ്മദിൻ്റെ അനുയായികൾ അബിസീനയിലേക്ക് പോയിട്ടുണ്ടെന്നുള്ള വിവരം ലഭിക്കുകയും മുസ്ലിങ്ങൾ ഖുറൈശികൾ അവരുടെ ഒരാളെ അബിസീനയിലേക്ക് തന്നെ അയക്കുകയാണ്. അപ്പോൾ ഈ ഖുറൈശികൾ നിയോഗിച്ച ആ വ്യക്തി അബിസീനയിലേക്ക് എത്തുകയും അവിടുത്തെ രാജാവിനെ കണ്ട് ഇപ്പോൾ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള മുസ്ലിങ്ങൾ വളരെ അക്രമകാരികളാണെന്നും അവർ മുമ്പേ ഞങ്ങൾ ആരാധിച്ചു പോന്നിരുന്ന ദൈവങ്ങളെ തച്ചുടർക്കുകയും ചെയ്യുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷങ്ങൾ പരത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വിദ്വേഷങ്ങൾ വരുമ്പോൾ നജ്ജാശി രാജാവ് മുസ്ലിങ്ങളോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവിടുന്ന് മുസ്ലിങ്ങൾ ഇസ്ലാമിൻ്റെ പ്രബോധനങ്ങൾ അബിസീനയിലും വ്യാപിപ്പിക്കുകയാണ്. അഥവാ ഇസ്ലാം എന്താണ് മുന്നോട്ട് വെക്കുന്നത്. അന്നത്തെ കാലത്ത് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഈ പെൺകുട്ടി ജനിച്ചാൽ കുഴിച്ചു മൂടുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിനൊക്കെ തീർത്തും ഇല്ലാതാക്കിക്കൊണ്ട് അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തനമാണെന്ന് പറഞ്ഞുകൊണ്ടും അടിമയും ഉടമയും തുല്യരാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള അങ്ങനത്തെ ഓരോ ആശയങ്ങൾ, ഇസ്ലാമിൻ്റെ ആശയങ്ങൾ അവിടെ പ്രചരിപ്പിക്കുമ്പോൾ അവിടെയുള്ള നജ്ജാശി രാജാവിന് സംഭവം മനസ്സിലാവുകയും അദ്ദേഹം മുസ്ലിങ്ങൾക്കൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അബിസീനയിലേക്കുള്ള ഇസ്ലാമിൻ്റെ ഒരു പലായനം, അതായത് മുസ്ലിങ്ങളുടെ പലായനം ഇസ്ലാമിൻ്റെ സന്ദേശം അബിസീനയിലും മറ്റു അവിടെ അടുത്തുള്ള പ്രദേശങ്ങളിലും ഇസ്ലാമിൻ്റെ സന്ദേശം കൂടുതൽ പടരാൻ സാധ്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ മദീനയിലേക്കുള്ള ഹിജറക്ക് മുമ്പുള്ള ഒരു ഹിജറായിട്ട്, അല്ലെങ്കിൽ ഹിജറിൻ്റെ ഒരു തുടക്കം എന്നുള്ള സംഭവമായിട്ടാണ് അബിസീനയിലേക്കുള്ള ഹിജറ. അപ്പോൾ അവിടെ ഒരു താമസത്തിന് വേണ്ടി സുരക്ഷയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച അനുയായികൾ അബിസീനയിലേക്ക് യാത്ര ചെയ്യുന്നതും അത് ഈ ഹിജറിൻ്റെ ഒരു തുടക്കമായിട്ട് കണക്കാക്കുകയും ചെയ്യുന്നത്. അപ്പം ഈ ഒരു മക്കയിൽ ഈ ഒരു അബിസീനയിലേക്ക് പോവുകയും അവിടെ നിന്ന് അവർക്ക് ഒരു ഇസ്ലാമിനൊരു വളക്കൂറുള്ള മണ്ണ് ലഭിക്കുകയും ചെയ്ത ഒരു വിവരം മക്കയിലെ ഖുറൈശി നേതാക്കളൊക്കെ അറിയാണ്. അപ്പം ഇവർക്ക് വീണ്ടും ഈ ഒരു ഇസ്ലാമിനെ എങ്ങനെയെങ്കിലുമൊക്കെ അവസാനിപ്പിക്കണം, അതാണ് അവരുടെ ഒരു ചിന്ത. അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം, എങ്ങനെ മുഹമ്മദ് നബിയെ കൊല്ലാം, എങ്ങനെ ഇത് അവസാനിപ്പിക്കാം, ഈ ഒരു മുഹമ്മദ് നബിയെ അദ്ദേഹത്തിൻ്റെ അനുയായികളെ എങ്ങനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാം, ആ രീതിയിൽ ഇവർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവർ ആദ്യമായി ആലോചിച്ചത് ഈ ഒരു മുഹമ്മദ് നബിയിൽ വിശ്വസിച്ച ധാരാളം പാവങ്ങളുണ്ടാവും. അപ്പം അവരെയൊക്കെ എങ്ങനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാം, ആ ഒരു രീതിയിലാണ് അവർ ചർച്ച ചെയ്തത്. അപ്പം അവർക്ക് ലഭിച്ചത് ആദ്യമായിട്ട് ഇവരെയൊക്കെ കഷ്ടപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ ആക്രമിക്കുക, പീഡിപ്പിക്കുക, ആ ഒരു സംഭവമാണ്. അപ്പോൾ അവർ മക്കയിലെ ധാരാളം പാവങ്ങളായ മുസ്ലിങ്ങളെ അവർ ആക്രമിക്കുകയാണ്. ഉദാഹരണത്തിന് ഇപ്പം സുമയ്യ ബീവി റളിയല്ലാഹുവിനെ അവർ വധിച്ചു. ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സുമയ്യ ബീവിനെ വധിച്ചു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴുത്തിൽ ഒട്ടകത്തിൻ്റെ ചീഞ്ഞ കുടൽമാല അങ്ങനെയൊക്കെ ധാരാളം കൊണ്ടുപോയിടുകയുണ്ടായി. അപ്പം അതുപോലെ തന്നെ ഈ ഒരു മക്കക്കാർ മുസ്ലിങ്ങളോട് സമ്പത്തെല്ലാം പിടിച്ചു പറ്റുകയും അങ്ങനെ മുസ്ലിങ്ങളൊക്കെ ഈ ഒരു ദാരിദ്ര്യത്തിലാക്കപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ ഈ ഒരു ഖുറൈശികളുടെ നേതാക്കളായ അബൂ ജഹൽ, അബൂ സുഫിയാൻ പോലത്തെ ആളുകൾ അവർ
മക്കയിലെ മറ്റു കുറേശികളോട്, ഇസ്ലാം സ്വീകരിക്കാത്ത മറ്റു കുറേശികളോട് തങ്ങളുടെ കച്ചവടത്തിന് ധാരാളം നഷ്ടങ്ങളുണ്ടാവും. മക്കയിൽ ഈ ഒരു പുതിയൊരു പ്രവാചകന്, പുതിയൊരു പിയച്ചൊരു മതം വന്നതിനാൽ നമ്മുടെ കച്ചവടത്തിനൊക്കെ കുഴപ്പങ്ങളുണ്ടാവും. നമ്മുടെ ഒരു മഹത്വത്തിന് അതൊരു നിന്യതയാണ്. ആ രീതിയിൽ ഈ ഒരു അബൂജഹൽ പോലത്തെ ആളുകൾ മക്കയിലെ മറ്റുള്ള കുറേശികളോട് പറഞ്ഞു ധരിപ്പിക്കുകയാണ്. അങ്ങനെ ഈ ഒരു മക്കയിലെ മറ്റുള്ള കുറേശികളും, അങ്ങനെ മക്കയിലെ എല്ലാ കുറേശികളും അവിശ്വാസികളൊക്കെ കൂടിയിട്ട് മുസ്ലിങ്ങളെ മക്കയിൽ നിന്ന് ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂട്ടരും ഷേബു അബി താലിബ് എന്ന ഒരു സ്ഥലത്ത് പോയിട്ട് അവർ താമസിക്കുകയാണ്. അവിടെ എന്ന് വെച്ചാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും കയ്പേറിയ അനുഭവങ്ങളുണ്ടായത് ഈ ഒരു ഷേബു അബി താലിബിൽ വെച്ചാണ്. അവിടെ ഏകദേശം ഒരു 3 വർഷക്കാലം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മുത്തുനബി തങ്ങളുടെ ഈ ചരിത്രം പറയുന്ന ധാരാളം പുസ്തകങ്ങളിൽ അതിലൊക്കെ പറയുന്നത് ഷേബു അബി താലിബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങിയത് പച്ചപ്പുല്ല് തിന്നിട്ടും അതുപോലെ തന്നെ ഇലകളൊക്കെ ഭക്ഷിച്ചിട്ടും ആ രീതിയിൽ അത്രക്ക് ദരിദ്ര അവസ്ഥയായിരുന്നു ഷേബു അബി താലിബിന്. അപ്പം ആ രീതിയിൽ വരെ മക്കയിലെ മുസ്ലിങ്ങൾ, നബി തങ്ങളും മക്കയിലെ മുസ്ലിങ്ങളും ധാരാളം പ്രയാസങ്ങൾ, ദുരിതങ്ങൾ അനുഭവിക്കുകയുണ്ടായി. അപ്പോൾ ഹിജറുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മദീനയിലേക്കാണല്ലോ ഒരു ഹിജറ നിമിത്തങ്ങൾ പോണത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ മദീനക്കാരുമായിട്ട് നബിത്തങ്ങൾക്ക് ബന്ധമുണ്ടാവാൻ, അതായത് നബിത്തങ്ങൾ മദീനയിലേക്ക് കടന്നു വരുമ്പോൾ തൊലാൽ ബദറൊക്കെ തെളിയുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഇൻറ്റിമേറ്റ് ആയിട്ട് എന്താ വേണ്ടി മദീനക്കാർ നബിത്തങ്ങളോട് ബന്ധം പുലർത്തുന്നുണ്ട് ആത്മീയമായിട്ട്. അപ്പോൾ അതിനൊക്കെ പ്രധാനമായിട്ടുള്ള കാരണം എന്താണെന്നുകൂടി നമ്മൾ നോക്കണം. അപ്പോൾ ഇപ്പോൾ ഇവിടെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് അക്രമങ്ങളും അങ്ങനെ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. പക്ഷെ എങ്കിലും നബി തങ്ങൾ എന്താവുകയാണ്, തൻ്റെ പ്രബോധനം അവിടെ അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ശേഷം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കണം. അപ്പോൾ അതിനുള്ളൊരു മാർഗമായിട്ട് നബി തങ്ങൾ കണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലം മുതലേ ഇബ്രാഹിം നബി തുടങ്ങിയിട്ടാണത് കഅബക്ക് ചുറ്റും എന്താ പറയുക, ഹജ്ജ് ചെയ്യൽ. അപ്പോൾ ഇങ്ങനെ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് വിവിധ നാടുകളിൽ നിന്നുള്ള ഒരുപാട് ഗോത്രങ്ങൾ എന്താവുന്നുണ്ട്, ഹൈബർ, മദീന പോലത്തെ ഒരുപാട് നാടുകളിൽ നിന്നുള്ള ഗോത്രങ്ങൾ എന്താവുന്നത് മക്കയിലേക്ക് എത്തുന്നുണ്ട്, കഅബയുടെ പരിസരത്തേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇങ്ങനെ ഹജ്ജിൻ്റെ സമയത്ത് മദീനയിൽ നിന്നുള്ള പല ഗോത്രങ്ങളും എന്താവുന്നുണ്ട് ഈ കഅബക്ക് ചുറ്റും തവാഫ് ചെയ്യാൻ, ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഈ തരത്തിലുള്ള ഗോത്രങ്ങൾ, വിവിധ നാടുകളിൽ നിന്ന് വരുന്ന ഗോത്രങ്ങൾക്ക് പ്രബോധനം, ഇസ്ലാമിക സന്ദേശം, ഏകദൈവ വിശ്വാസം എത്തിക്കണം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ അങ്ങനെ പ്രബോധനം വികസിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അങ്ങനെ പല നാട്ടിലെ പല ഗോത്രങ്ങൾക്കും ഇത്തരത്തിൽ പ്രബോധനം ചെയ്ത് കൊടുക്കുകയും, പക്ഷേ മറ്റുള്ള ഗോത്രങ്ങളെക്കാൾ ഈ ഇസ്ലാമിക ഏകദൈവ വിശ്വാസത്തിൽ വളരെ ആകൃഷ്ടരായത് മദീനയിലുള്ള പല ഗോത്രങ്ങളുമാണ്. ഇസ്ലാമിൽ ഓൽക്ക് താല്പര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളൊരു നാട് എന്ന് പറഞ്ഞാൽ മദീനയാണ്. അത് പല ഗോത്രങ്ങളും സഹകരിച്ചു നബി തങ്ങളോടൊപ്പം. അങ്ങനെ നബി തങ്ങളുടെ സന്ദേശങ്ങളും ഒക്കെ അവർ കേട്ട് മനസ്സിലാക്കുകയും ഒരു നല്ലൊരു കാഴ്ചപ്പാട് എന്താവുന്നുണ്ട് അവിടുന്ന് നബി തങ്ങളുടെ അടുത്ത് നിന്ന് അവർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ പിന്നെ ഒരു നബി തങ്ങളുടെ കൂടുതലായിട്ട് നേതാവായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ അതായത് ഇപ്പോൾ അവരുടെ ഒരുപാട് പ്രശ്നങ്ങൾ നാടുകളിലും ഗോത്രങ്ങളിലും കൊണ്ടുള്ള ഗോത്ര പ്രശ്നങ്ങൾക്ക് പരിഹാരമായുള്ളൊരു മധ്യസ്ഥനായിട്ട് നബി തങ്ങളെ അവർ കാണുന്നുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളും അവർ നബി തങ്ങളുടെ അടുത്ത് വന്ന് പറയുകയും നബി തങ്ങൾ അതിനൊക്കെ പരിഹാരം ചെയ്ത് കൊടുക്കാമെന്ന് ഏൽക്കുകയും ചെയ്യുന്നു. പക്ഷേ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എന്താവുന്നുണ്ട്, അവരോടൊരു ഉടമ്പടി വെക്കുന്നുണ്ട്. ഇപ്പോൾ അഖബ എന്ന് പറയുന്നൊരു കുന്നിൻ്റെ ഒരു മലഞ്ചെരുവിൽ എന്താവുന്നുണ്ട്, അങ്ങനെ ഈ ഗോത്രങ്ങളോടൊക്കെ നബി തങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഞാൻ പരിഹാരം ചെയ്തു തരാം, പക്ഷേ നിങ്ങൾ എനിക്ക് മദീനയിലുള്ള ജനങ്ങളെല്ലാം ഇസ്ലാം മതം സ്വീകരിക്കണം, ഇസ്ലാമിലേക്ക് കടന്നു വരണം, നിങ്ങളെല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വരണം എന്നെന്താവുന്നുണ്ട് ഒരു കരാറ് നബി തങ്ങൾ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഇതാണ് മദീനയുമായിട്ട് ബന്ധത്തിൻ്റെ തുടക്കം. ഇപ്പം ഈ അഖബയിലുള്ള ഈ ഒരു സംഗമമാണ് അഖബ ഉടമ്പടി എന്നതായിട്ടുള്ളത് അറിയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ മദീനയിൽ ഇസ്ലാമിൻ്റെ വെട്ടമെത്തുകയും ഇസ്ലാമിൻ്റെ വെളിച്ചം, ഇസ്ലാമിൻ്റെ സന്ദേശത്തിൻ്റെ വെളിച്ചമെത്തുകയാണ്.
അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഖുറൈശികളെ നോക്കുകയാണെങ്കിൽ ഖുറൈശികൾ ആകെ മൊത്തത്തിൽ അസ്വസ്ഥരാണ്. അഥവാ ഇസ്ലാമിൻ്റെ വ്യാപനം, ഇസ്ലാമിൻ്റെ പല ദേശങ്ങളിലേക്കുമുള്ള ഇസ്ലാമിൻ്റെ സന്ദേശ വ്യാപനം ഖുറൈശികൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ ഖുറൈശികൾ ഒരു പ്രയാസമായി ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു അവസരത്തിൽ ഇവർ ദാറുന്നദവയിൽ ഈ ഖുറൈശികളെല്ലാം ഒരുമിച്ച് കൂടുകയാണ്. അഥവാ എങ്ങനെ മുഹമ്മദ് നബി അല്ലെങ്കിൽ എങ്ങനെ മുഹമ്മദിനെ ഇവിടുന്ന് തുരത്തി ഓടിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഈ സന്ദേശം ഇസ്ലാമിൻ്റെ പ്രബോധനം അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വ്യാപനം അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വളർച്ച എങ്ങനെ തടുക്കാം, എങ്ങനെ അതിനെ നിർത്താം എന്നുള്ള ചർച്ചകളിലൊക്കെ ഖുറൈശികൾ സജീവമാവുകയാണ് ഈ അവസരത്തിൽ. അപ്പോൾ ദാറുന്നദവയിൽ ഖുറൈശി പല ഗോത്രങ്ങളിൽ നിന്നുള്ള ഇവർ പ്രമുഖരെല്ലാവരും ശത്രുക്കളുടെ ഈ ഖുറൈശി പ്രമുഖന്മാരെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു അവസരം വരെ അവരെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ അപ്പോൾ അങ്ങനെ ദാറുന്നദവയിൽ എല്ലാവരും ഇങ്ങനെ എല്ലാ ഖുറൈശി പ്രമുഖന്മാരും ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ ദാറുന്നദവയുടെ ഒരു വാതിൽ ഒരാളെ വന്ന് മുട്ടാണ്. അപ്പോൾ ഈ ദാറുന്നദവീൻ്റെ ഡോറിൽ വന്ന് മുട്ടിയ ആൾ അതൊരു വൃദ്ധനായിരുന്നു. അപ്പോൾ ഇവർ വാതിൽ തുറന്നു കൊടുക്കുകയും ഈ വൃദ്ധൻ ഈ വൃദ്ധൻ ആരാന്ന് ഇവർ അന്വേഷിച്ച് വയ്ക്കുമ്പോൾ ആ വൃദ്ധൻ പറയുന്നത് വെച്ചാൽ താൻ ഞാൻ നജിദിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഞാൻ മുഹമ്മദിനോടുള്ള നിങ്ങളിപ്പോൾ എനിക്കറിയാം നിങ്ങൾ മുഹമ്മദിനോടുള്ള ശത്രുക്കളാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാനും അതുപോലെ തന്നെ മുഹമ്മദിൻ്റെ പ്രവർത്തനങ്ങളോടും മുഹമ്മദിൻ്റെ സന്ദേശങ്ങളോടും മുഹമ്മദിനോടും ശത്രുത പുലർത്തുന്ന ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ വൃദ്ധൻ ആ സദസ്സിലെ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ വൃദ്ധനായിരുന്നു ഇബ്ലീസ്. ആ ഒരു വൃദ്ധൻ്റെ വേഷത്തിൽ വന്ന് ഖുറൈശികൾക്കൊപ്പം നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ തന്ത്രം മെനയാൻ ഒരു അവസരമായിട്ട് തന്നെ കാണുകയായിരുന്നു. അങ്ങനെ ഖുറൈശികൾ ചർച്ചകൾ തുടരുകയാണ്. അപ്പോൾ എങ്ങനെ മുഹമ്മദിനെ വകവരുത്താം. അപ്പം അങ്ങനെ ചർച്ച ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞത് മുഹമ്മദിനെ ബന്ദിയാക്കിയിട്ട് ഈ ഒരു പ്രബോധനം നമുക്ക് അവസാനിപ്പിക്കാമെന്ന് പറയാണ്. പക്ഷേ അവിടെയൊക്കെ അപ്പം അങ്ങനെ മുഹമ്മദിനെ ബന്ദിയാക്കാം, അല്ലെങ്കിൽ അനുയായികൾ ഇതൊക്കെ കത്തിക്കാം, വീടുകളും മറ്റും എല്ലാം അഗ്നിക്കിരയാക്കാം തുടങ്ങിയുള്ള അഭിപ്രായങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ഖുറൈശികൾ തന്നെ പ്രമുഖന്മാർ തന്നെ പ്രധാനമായും ഉന്നയിക്കുന്ന പ്രശ്നം വെച്ചാൽ ബനു ഹാഷിം ഗോത്രത്തിൽപ്പെട്ട ആളാണ് മുഹമ്മദ് നബി. അപ്പോൾ ഇങ്ങനെ അവസരത്തിൽ മുഹമ്മദിനെ ഏതെങ്കിലും ഒരു ഗോത്രം ആക്രമണം നടത്തിയാൽ ആ ബനു ഹാഷിം തിരിച്ച് ബനു ഹാഷിമിൽ ധീരന്മാരെന്ത് ഇവർക്കെതിരെ ആഞ്ഞടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ മറ്റൊരു തന്ത്രമായി പറഞ്ഞു വെച്ചാൽ ഇവരെ മറ്റുള്ള നാട് കടത്തുക എന്നുള്ളതാണ്. പക്ഷെ അവിടെയും ഇവർ തന്നെ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. കാരണം മറ്റുള്ള നാട്ടിലേക്ക് അയച്ചാൽ ഇസ്ലാമിൻ്റെ വ്യാപനം ഇസ്ലാമിൻ്റെ സന്ദേശ വ്യാപനം മറ്റുള്ള നാടുകളിൽ അധികരിക്കുകയും ഇസ്ലാം വളർന്ന് വലുതാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനൊരു കാര്യം ചെയ്യാന്നുള്ളത് അവിടെ തടസ്സമാവുകയാണ്. ഈ ഒരു കാരണം തടസ്സമാവുകയാണ്. അങ്ങനെ അവസാനം ഇവരെല്ലാവരും കൂടി മുഹമ്മദിനെ പെട്ടെന്ന് പോയി ആക്രമിക്കാനുള്ളൊരു തീരുമാനത്തിലെത്തുകയാണ്. പെട്ടെന്ന് പോയി കൊല്ലുക എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു പ്രശ്നമുണ്ടാവും. അഥവാ വെച്ചാൽ ഒരു ഗോത്രം മറ്റൊരു ഗോത്രത്തെ ആക്രമിക്കുമ്പോൾ ബനു ഹാഷിമിലെ ധീരന്മാരൊന്നും ഈ ഗോത്രത്തെ തിരിച്ചാക്രമിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഖുറൈശികൾ ഇങ്ങനെ തന്ത്രം മെനയുകയാണ്. അപ്പോൾ ഇബ്ലീസും ഉണ്ട് ഈ കൂട്ടത്തിൽ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞ് ലാസ്റ്റ് എത്തിച്ചേർന്ന് വെച്ചാൽ എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ഓരോ ധീരന്മാരെ മുഹമ്മദിനെ വധിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുകയും ഇവരെല്ലാം കൂടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോയി ആക്രമിക്കുകയും അദ്ദേഹം പിന്നെ മരിക്കുകയും ചെയ്യും എന്നുള്ളൊരു പദ്ധതിയിൽ ഇവരെത്തുകയാണ്. അപ്പോൾ അപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ ബനു ഹാഷിം ഗോത്രത്തിന് തിരിച്ചടിക്കാൻ അതൊരു പ്രയാസകരമായ കാര്യം കൂടിയാവും. അപ്പോൾ അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തീർക്കാൻ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രബോധനം തീർക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ദാറുന്നദയിൽ വെച്ചിട്ടുള്ള ഖുറൈശികളുടെ പദ്ധതികൾ. അപ്പം ഇബ്ലീസിൻ്റെ സന്നിധിയിൽ ഖുറൈശി നേതാക്കളൊക്കെ മുഹമ്മദ് നബിയെ കൊല്ലാനുള്ള ഒരു കൂടോത്രം അല്ലെങ്കിൽ തന്ത്രം മെനയുകയാണ്. അപ്പം അവർ ആദ്യം ചെയ്തത് മുത്തുനബി തങ്ങളുടെ ഒരു വീട് വളഞ്ഞു. ഓരോ ഗോത്രങ്ങളിൽ ഓരോരുത്തരും ചേർന്ന് വീട് വളഞ്ഞു. എന്നിട്ട് നബി തങ്ങൾ രാവിലെ പുറത്തിറങ്ങുമ്പോൾ നബിയെ കൊല്ലാനുള്ള ഒരു പദ്ധതിയാണ് അവരിട്ടത്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട് വളഞ്ഞവർ ആ ടൈമിൽ മുത്തുനബി തങ്ങൾ ഒരു വഹിയിലൂടെ തങ്ങളുടെ വീട് വളഞ്ഞതായിട്ട് നബിക്ക് അറിയാൻ സാധിച്ചു. അങ്ങനെ നബി തങ്ങൾ ചെയ്തു, അലി റളിയല്ലാഹു തൻ്റെ പുതപ്പിൽ കിടത്തിയിട്ട് പുറത്തേക്ക് പോയി. അതായത് ശത്രുക്കളുടെ മേളിൽ കണ്ണുകളിലേക്ക് മണലെടുത്ത് എറിഞ്ഞ്
യാസിൻ സൂറത്ത് ഓതിയിട്ട് ഒരു മണൽ എടുത്തെറിഞ്ഞ് നബി തങ്ങൾ പുറത്തേക്ക് പോയി. ആ ഒരു ടൈമിൽ ശത്രുക്കളുടെ കണ്ണുകൾക്കൊക്കെ തിമിരം ബാധിച്ച് അവർക്കൊന്നും കാണാൻ കഴിയാത്തൊരവസ്ഥയിലായി. അങ്ങനെ നബി തങ്ങൾ പുറത്തു പോയി. ആ ഒരു ടൈമിൽ ഖുറൈശികൾക്ക് നബി തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അങ്ങനെ പോയി കഴിഞ്ഞ ശേഷം ഖുറൈശികൾക്ക് ഈ ഒരു തിമിരം മാറി അവർക്ക് തിരിച്ച് കാഴ്ചകൾ ശക്തി ലഭിച്ചു. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു ഇബ്ലീസ് ആ ഒരു വൃദ്ധൻ്റെ രൂപത്തിൽ തന്നെ വന്ന് പറഞ്ഞു, നിങ്ങളെന്ത് പൊട്ടന്മാരാണ്, നിങ്ങൾ എന്ത് മണ്ടത്തരാണ് കാണിച്ചത്, നബി തങ്ങൾ ഇതിലൂടെ പോയത് നിങ്ങളതിന് കണ്ടിട്ടില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാണ് ഇവർ ഒരു സത്യം മനസ്സിലാക്കുന്നത്, നബി തങ്ങൾ ഒരു വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു, ആ ഒരു സത്യം ഇവർ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ ഒരു പുതപ്പിൽ നിന്ന് അലി റളിയല്ലാഹുവിനാണ് അവർ എണീച്ച് വരുന്നതായി കാണുന്നത്. അപ്പം അവരാകെ അന്താളിച്ച് നിൽക്കുകയാണ്. നബി തങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ തങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ നബി തങ്ങൾ അതിൻ്റെ ഉള്ളിലില്ല. തങ്ങൾക്ക് തിമിരം ബാധിച്ച് നബി തങ്ങൾ ആ ഒരു സമയം കടന്നു കളഞ്ഞിരിക്കുന്നു. അപ്പം നബി തങ്ങൾ നേരെ പോയത് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്കാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിനെ കൂട്ടി മദീനയിലേക്ക് ഹിജ്റ പോകാനുള്ള ഒരു ഒരുക്കത്തിലാണ് നബി തങ്ങൾ. അപ്പം അതിനു മുമ്പ് തന്നെ ഒരു ടൈമിൽ തന്നെ ധാരാളം സ്വഹാബികൾക്ക് മദീനയിലേക്ക് പോകാനുള്ള ഒരു സമ്മതം, ഒരു കൽപ്പന അല്ലാഹുവിൽ നിന്ന് ഉണ്ടായിരുന്നു. അപ്പം മറ്റുള്ള സ്വഹാബികളൊക്കെ പോയതിന് ശേഷം പോകാമെന്നാണ് നബി തങ്ങൾ കരുതിയത്. അങ്ങനെ ഇവരൊക്കെ പോവുകയും ലാസ്റ്റ് ഒരു അബൂബക്കർ റളിയല്ലാഹു, അലി റളിയല്ലാഹു, അങ്ങനെ എന്നാൽ ഒതുങ്ങുന്ന കുറച്ച് പേര് മാത്രം ഒതുങ്ങി മക്കയിൽ. അപ്പോൾ അവസാനം നബി തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹുവിനെ കൂട്ടി ഈ ഒരു ഹിജ്റ പോവുകയാണ്. അപ്പം ഈ ഒരു ഹിജ്റ പോകുന്ന വേളയിൽ ഒരു അബൂ സുഫിയാൻ, അബൂജഹൽ പോലാത്ത ഖുറൈശി നേതാക്കൾ അവരൊക്കെ നിരാശയിലാണ്. കാരണം ഇവരൊക്കെ ഉറപ്പിച്ചതാണ് ഇന്ന് രാവിലെ നേരം വെളുത്താൽ നബി തങ്ങളുടെ ഒരു മയ്യത്തായ മരിച്ചൊരു ശവം നമുക്ക് കാണാൻ കഴിയുന്നൊരു ആകാംക്ഷയിലാണ് അവർ നിൽക്കുന്നത്. പക്ഷെ ഈ ഒരു വാർത്ത അറിയുമ്പോൾ നബി തങ്ങൾ രക്ഷപ്പെട്ടെന്ന വാർത്ത അറിഞ്ഞപ്പോൾ അവർക്കാകെ അസ്വസ്ഥമായി. അങ്ങനെ അവർ നബി തങ്ങളെ പിടിച്ചു കൊണ്ടുവരുന്നവർക്ക്, നബി തങ്ങളെ തല കൊണ്ടുവരുന്നവർക്ക് അവർക്ക് 100ഓളം ഒട്ടകങ്ങളൊക്കെ ഇനാം പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ആ രാത്രി തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയും കൂട്ടിക്കൊണ്ട് നബി തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പുറപ്പെടുന്നുണ്ട്. അപ്പോൾ മദീനയിലേക്ക് സിദ്ദീഖ് റളിയല്ലാഹുവും അതുപോലെ തന്നെ നബി തങ്ങളും മദീനയിലേക്ക് ഹിജ്റ പുറപ്പെട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞ ശേഷം ഇവർ ഒരിക്കലും വിട്ടുകൂടാ എന്നൊരു മനോഭാവത്തോടു കൂടെ എന്താവുന്നുണ്ട്, ഖുറൈശികളെ ശത്രുക്കളുടെ ഒരു പട എന്താവുന്നുണ്ട് നബി തങ്ങളുടെയും സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പിന്നാലെ എന്താവുന്നുണ്ട്, പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ ദിവസങ്ങളുടെ യാത്രയ്ക്ക് ശേഷം എന്താവുന്നുണ്ട്, സൗർ ഗുഹയിൽ എത്തുന്നുണ്ട്. അപ്പോൾ തങ്ങളുടെ അടുത്തെത്തിയിട്ടുണ്ട് ശത്രുക്കളെന്ന് മനസ്സിലാക്കിയ നബി തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹുവും സൗർ ഗുഹയിൽ അല്പ ദിവസം തങ്ങാം, ഒളിച്ചിരിക്കാം എന്നാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ സൗർ ഗുഹയിൽ കയറിയ സിദ്ദീഖ് റളിയല്ലാഹു നബി തങ്ങളും അവിടെ അന്നേ ദിവസം അവിടെ രാപ്പാർക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ സൗർ ഗുഹയിൽ കയറി നോക്കി നബി തങ്ങൾക്ക് ഭയങ്കര ക്ഷീണമുണ്ട്. ദീർഘയാത്ര ചെയ്തിട്ട് വരുന്ന നബി തങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മടിയിൽ തല ചായച്ചുകൊണ്ട് നബി തങ്ങൾ ഉറങ്ങിപ്പോവാണ്. അപ്പോൾ ആ സമയത്താണ് സിദ്ദീഖ് റളിയല്ലാഹു ചുറ്റുമൊക്കെ കണ്ടുപിടിക്കുന്നത്. അതായത് ധാരാളം മാളങ്ങൾ, പാമ്പുകൾ, ഏത് മാളങ്ങൾ പാമ്പ് വരാൻ സാധ്യതയുള്ള മാളങ്ങൾ സ്വർഗുഹയിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയെങ്കിലും മറക്കണം എന്നുള്ള നിലയ്ക്ക് താൻ ധരിച്ചിരുന്ന വസ്ത്രം, മുട്ടുപൊക്കൾ എന്നുള്ളതാണ് ഇതിനെ തങ്ങൾ പഠിപ്പിച്ചിരുന്ന ഒരു ഔറത്ത്. ഇസ്ലാമിക കാഴ്ചപ്പാട് പ്രകാരം മുട്ടുപൊക്കളാണ്. അത്ര ആ ബാക്കിയുള്ള തൻ്റെ കേവലം ഔറത്ത് മാത്രം മറയുന്ന തരത്തിൽ ബാക്കിയുള്ള തൻ്റെ വസ്ത്രങ്ങൾ മുഴുവൻ കീറിക്കൊണ്ട് ഓരോ പൊത്തുകളും അടക്കുന്നുണ്ട്. പക്ഷേ ഇനി അവസാനമായിട്ട് ഒരേ ഒരു ഹോള് ബാക്കിയാവുകയും ഇനി തൻ്റെ വസ്ത്രം കയറുകയാണെങ്കിൽ തൻ്റെ കേവല ഔറത്ത് വെളിവാകും എന്ന് മനസ്സിലാക്കിയ അബൂബക്കർ റളിയല്ലാഹു തൻ്റെ വലത് കാല് തള്ളവിരൽ കൊണ്ട് ആ ഹോൾ മറച്ചു പിടിക്കുകയാണ്. അങ്ങനെ ആ ഹോളിൽ നിർഭാഗ്യവശാൽ ആ ഹോളിൽ എന്തുണ്ടായിരുന്നു, ഒരു സർപ്പം ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ കാലിൽ തള്ളാൻ വിരൽ കൊത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേദന സഹിക്കയ്യാതെ എന്നിട്ടും സിദ്ദീഖ് റളിയല്ലാഹു അവിടുന്ന് നബി തങ്ങൾ ഇതൊരിക്കലും അറിയരുത്, നബി തങ്ങൾക്ക് ഒരിക്കലും ഉറക്കത്തിരിക്കലും ബുദ്ധിമുട്ടാക്കരുത് എന്ന ഒരു ചിന്ത
ഉടലെടുക്കുകയും ആ കാല് അവിടെ തന്നെ വേദന സഹിച്ചുകൊണ്ട് കാല് അവിടെ തന്നെ വെക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പക്ഷേ തൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയും തൻ്റെ മടിയിൽ തലചായ്ച്ച് കിടക്കുന്ന റസൂലിൻ്റെ മുഖത്തേക്ക് കണ്ണുനീര് ഒറ്റുകയും റസൂല് പെട്ടെന്ന് എണീറ്റുകൊണ്ട് എന്താ സിദ്ദീഖ് പറ്റിയത്, മനോഹരമായിട്ടുള്ള ആ ഒരു നമ്മളേറെ കേട്ടിട്ടുള്ള സംഭവം. അപ്പോൾ ഇത് മറ്റൊരു ഇതിൽ പ്രധാനപ്പെട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഖുറൈശികളിൽപ്പെട്ട ഇത്തരത്തിൽ ശത്രുക്കൾ പുറകെ വന്നിട്ടുള്ള ശത്രുക്കൾ സൗർ ഗുഹയുടെ ഭാഗത്തേക്ക് എത്തുക. സൗർ ഗുഹ എന്ന് പറഞ്ഞാൽ ഒരു ഭൂമിക്ക് അടിയിലുള്ള ഒരു ഒരു ഗുഹയായിട്ടാണ്. അപ്പോൾ സൗർ ഗുഹയുടെ മുകളിൽ വന്ന് നിൽക്കുന്ന ചിലന്തി വലകൾ കൊണ്ടും പ്രാവിൻ്റെ മുട്ടകൾ കൊണ്ടും മൂടിയ ഈ സൗർ ഗുഹയാണ്. അപ്പോൾ അതിന് മുകളിലേക്ക് നോക്കി കാണാൻ സാധിക്കും മുകളിൽ ശത്രുക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ അടിയിൽ നിന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറയുന്നുണ്ട്, നബി തങ്ങളെ മുകളിൽ ശത്രുക്കളായിട്ടുള്ള ഖുറൈശികൾ വന്ന് നിൽക്കുന്നുണ്ട്, അവരവരുടെ കാലിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മളെ കാണും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ റസൂൽ പറയുന്നത് നമ്മൾ 2 പേര് മാത്രമല്ല നമ്മുടെ കൂടെയുള്ളത്, അള്ളാഹു എന്ന് പറയുന്ന 3-ാമത്തെ ആൾ കൂടിയുണ്ട്. അപ്പം ഈ ഒരു സ്വർഗത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഈ സ്വർഗയിൽ നബിൻ്റെ ഒരു മുഅ്ജിസത്തായി നമുക്ക് എണ്ണാൻ പറ്റും. അതായത് ഈ ഒരു ചിലന്തി വല കെട്ടിയത്, അല്ലെങ്കിൽ ഈ പ്രാവ് അടയിരുന്നതൊക്കെ. അപ്പം തുടർന്നുള്ള യാത്ര മദീനയിൽ കയറി പിന്നെ യാത്ര തിരിച്ചു. സ്വർഗയിൽ 3 ദിവസം നിന്നിട്ട് മദീനയിൽ കയറി യാത്ര തിരിച്ചു. അപ്പം ഈ ഒരു അവസരത്തിലും ധാരാളം മുഅ്ജിസത്തുകൾ, നബി തങ്ങളുടെ മുഅ്ജിസത്തുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തേതായി പറയാൻ സാധിക്കുക, നബി തങ്ങൾ യാത്ര ചെയ്യുന്ന ഇടയിൽ നബി തങ്ങൾക്ക് ദാഹിക്കാൻ തുടങ്ങി. അപ്പം അവരെവിടെയും വെള്ളം അങ്ങനെ സംഭവമൊന്നുമില്ല, മരുഭൂമിയാണല്ലോ. അപ്പം തൊട്ടടുത്ത ഒരു ഗ്രാമം കണ്ടു. അവിടെ വിരളമായി കുറച്ച് മാത്രം വീടുകളുണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ പോയി നോക്കിയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് ആകെ ഉണ്ടായിരുന്നത് പാലാണ്, വെള്ളമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പാലുള്ള ഒരാടിൽ നിന്നാണ് അവർ പാല് കറക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആ ഒരു ആടും മെലിഞ്ഞൊട്ടി അവർ പാലില്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒരു ദാഹിച്ച് വിശന്ന് കിടക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി ഈ ഒരു ആടിനെ മെല്ലെ തലോടുകയും ആ ഒരാട് തടിച്ച് നല്ലൊരു പാലുള്ള ഒരു ആടായി മാറുകയാണ്. അങ്ങനെ അവർ നബി തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഈ ഒരു പാല് അതിധാരാളം കുടിക്കുകയും ഈ ഒരു കുടുംബത്തിനും അവർ ധാരാളം കൊടുത്തു. അപ്പോൾ ചരിത്രത്തിലൊക്കെ ഈ ഒരു പാലിന് പിന്നീട് ഈ ഒരു ആടിന് പാലില്ലാത്തൊരവസ്ഥ പിന്നീട് ഉണ്ടായിട്ടില്ല എന്ന്. അപ്പോൾ ഈ രീതിയിൽ ഇതൊരു മുഅ്ജിസത്താണ്. പിന്നെ മറ്റൊരു മുഅ്ജിസത്ത്, അവർ യാത്ര തുടർന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മക്കക്കാർ ഒരു ഇനാം പ്രഖ്യാപിച്ചിരുന്നു, നബി തങ്ങളെ കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകം ലഭിക്കും, ആ ഒരു ഇനാമും. അപ്പം ആ ഒരു വാർത്ത അറിഞ്ഞിട്ട് സുറാഖത്ത് ബിൻ മാലിക് എന്ന ഒരാൾ, അദ്ദേഹം പിന്നീട് സ്വഹാബിയാവുന്നുണ്ട്. അപ്പം അദ്ദേഹം നബി തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടു ഈ ഒരു യാത്ര വന്ന ഇടയിൽ. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു, ഇവരെ പിടിച്ച് മക്കക്കാർക്ക് ഏൽപ്പിക്കാൻ വിചാരിച്ചു. അപ്പം ആ ഒരു ടൈമിൽ നബി തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോവുകയാണ്. ബേക്കിൽ ഈ ഒരു സുറാഖത്ത് ബിൻ മാലിക് ഒരു വാളുമായിട്ട് തൻ്റെ കുതിരപ്പുറത്ത് ഇങ്ങനെ പെട്ടെന്ന് വരികയാണ്. അപ്പം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുറാഖത്ത് ബിൻ മാലിക് വരുന്നത് കണ്ടു, നബി തങ്ങളോട് പറഞ്ഞു. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഈ ഒരു സ്വർഗ്ഗയിൽ നിന്ന് പറഞ്ഞ അതേപോലെ തന്നെ നമ്മുടെ കൂടെ അള്ളാഹുണ്ട്, ഭയപ്പെടേണ്ട ആ ഒരു കാര്യം പറഞ്ഞു. അങ്ങനെ ഏകദേശം നബി തങ്ങളെ എടുത്തെത്താനായപ്പം സുറാഖത്ത് ബിൻ മാലിക്കിൻ്റെ ഒരു കുതിര മരുഭൂമിയിൽ ആണ്ട് പോവാണ്. അപ്പം ആണ്ട് പോയി കുതിരക്ക് എണീക്കാൻ കഴിയുന്നില്ല, മണലിൽ ആണ്ട് പോയിരിക്കുകയാണ്. അപ്പം ആ ഒരു ടൈമിൽ സുറാഖത്ത് ബിൻ മാലിക് മനസ്സിൽ കരുതാണ്, ഞാൻ ഇനി ഇദ്ദേഹത്തെ ആക്രമിക്കാൻ പോയില്ല, ഞാൻ തിരിച്ചു പോവാണ്, അങ്ങനെ ഒരു കരുതൽ വരികയാണ്. അപ്പം ഈ ഒരു കുതിര പിന്നീട് സാധാരണ പോലെ ഓടാൻ കഴിയുന്ന ആ ഒരു രീതിയിൽ വരികയാണ്. പിന്നീട് സുറാഖത്ത് ബിൻ മാലിക് മനസ്സ് മാറ്റി നബി തങ്ങളെ വീണ്ടും പിടിച്ചാൻ പോയി. അപ്പം പിന്നീടും ഈ ഒരു മണലിൽ ആണ്ടുപോയി. അങ്ങനെ ഒരു 7ഓളം പ്രാവശ്യം ഈ ഒരു മണലിൽ ആണ്ട് പിന്നീട് വീണ്ടും ഉയർന്നു വരുന്ന ആ ഒരു രീതിയിൽ സംഭവിച്ചു. അപ്പോൾ അങ്ങനെ സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ഒരു മുഅ്ജിസത്ത് മനസ്സിലാക്കുകയും നബി തങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനെ മനസ്സിലാക്കുകയും ഇസ്ലാമിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ധാരാളം മുഅ്ജിസത്തുകൾ ഈ ഒരു ഹിജ്റയുടെ ഇടക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് സാധാരണ അറിയപ്പെടാത്ത ധാരാളം കഥകളാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ ഈ ഒരു ഹിജ്റൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ സംഭവബഹുലമായ അല്ലെങ്കിൽ മോചിതത്തുകൾ നിറഞ്ഞ ഹിജ്റ യാത്ര, മദീനയിലേക്കുള്ള ഹിജ്റ യാത്ര അങ്ങനെ തുടരുകയാണ്. അപ്പോൾ അങ്ങനെ അവസാനം മദീനയിൽ എത്തിച്ചേരുമ്പോൾ മദീനയിലെ സത്യവിശ്വാസികൾ, മുഹാജിറുകളും അൻസാരികളും എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കാത്തു നിൽക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ക്ഷണിക്കുന്ന രംഗമുണ്ട്. തൊലാൽ ബദ്റു അലൈന തുടങ്ങിയുള്ള വരികൾ ഇങ്ങനെ പാടി മദീന നിവാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനത്താൽ സന്തോഷിക്കുന്നൊരു കാഴ്ചയാണ് അന്ന് ഹിജ്റയ്ക്ക് ശേഷം മദീനയിൽ എത്തിയപ്പോൾ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ എത്തുകയും മദീനയിൽ സത്യവിശ്വാസികളാൽ നിറഞ്ഞിരിക്കുകയാണ്. അവിടെ ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ട്, അംസാർ റളിയല്ലാഹു അൻഹു ഉണ്ട്, അങ്ങനെ തുടങ്ങിയുള്ള ഇസ്ലാമിൻ്റെ നിരവധി പ്രമുഖരൊക്കെ ഉള്ള സമയം. അവരെല്ലാവരും അവിടെ നിലവിലുണ്ടായ സമയമായിരുന്നു ഈ ഹിജ്റിൻ്റെ സമയം. അപ്പോൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തുകയും വിശ്വാസികൾക്ക് ആരാധന നിർവഹിക്കാൻ വേണ്ടി ഒരു പള്ളി പണിയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരും കൽപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ സ്വഹാബിമാരെല്ലാവരും എല്ലാ കഠിന പ്രയത്നങ്ങളും എടുത്ത് ഈ മസ്ജിദുൽ ഖുബ എന്ന പേരിൽ മദീനയിൽ അവർക്ക് ആരാധനകൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു പള്ളി പണി കഴിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റുള്ളവരെക്കാളും ശ്രേഷ്ഠനല്ല, ഞാനും അള്ളാഹുവിൻ്റെ അടിമയാണെന്ന് തെളിയിക്കുന്ന പല രംഗങ്ങളുണ്ട്. അഥവാ എല്ലാവരും പണിയെടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കല്ല് ചുമന്നുകൊണ്ട് ഇവിടെ ഈ പണികളിലൊക്കെ വ്യാപൃതനാവുന്ന കാഴ്ചകൾ കാണുമ്പോൾ സ്വഹാബികൾ പറയും നബി അങ്ങ് എടുക്കണ്ടെന്ന്. പക്ഷെ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒരു പ്രവൃത്തിയിൽ താനും അള്ളാഹുവിന് അടിമയാണ് എന്നുള്ള ഒരു ആശയത്തിൽ എന്നുള്ള രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മസ്ജിദിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാവുന്നുണ്ട്. അങ്ങനെ മദീനയിൽ ഇസ്ലാമിൻ്റെ പ്രബോധനങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ പടർന്നു പന്തലിക്കുന്നൊരു കാലമായിരുന്നു ഹിജ്റയ്ക്ക് ശേഷമുള്ളത്. അപ്പോൾ ഹിജ്റ എന്നുള്ളത് മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഈ പലായനത്തിലൂടെ ഇസ്ലാമിൻ്റെ സന്ദേശ വ്യാപനം കൂടി ഏറെ പുരോഗമിച്ചിട്ടുണ്ടെന്ന കാര്യം വ്യക്തമാണ്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മദീനയിൽ നബി തങ്ങൾ എത്തുകയും ഈ ഒരു മുഹാജിറുകളും അൻസാറുകളും തമ്മിൽ ഒരു സഹോദര്യ ബന്ധം നബി തങ്ങൾ സ്ഥാപിക്കുകയാണ്. അത് ഈ ഒരു ഹിജ്റയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു അടിമയും ഉടമയും നോക്കാതെ, അല്ലെങ്കിൽ അറബിയും അനറബിയും നോക്കാതെ, അങ്ങനെ കറുത്തവനും വെളുത്തവനും അങ്ങനെയൊന്നും നോക്കാതെ ഒരു നല്ല രീതിയിൽ ഒരു വിവേചനമില്ലാതെ വർഗീയത ഇല്ലാതെ ഒരു സഹോദരം എന്ന് സ്ഥാപിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു മുതൽക്കൂട്ടായി എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പം അതുപോലെ തന്നെ ഒരു ഹിജ്റയ്ക്ക് ശേഷം മദീനയിലും മറ്റുള്ള ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ഇസ്ലാം പരക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇസ്ലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘട്ടമായി തന്നെ ഈ ഒരു ഹിജ്റനെ എണ്ണാൻ പറ്റും. ഇസ്ലാമിൻ്റെ ഒരു വിജയത്തിൻ്റെ ഒരു ഘട്ടമായിട്ടൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഹിജ്റയെ നമുക്ക് എണ്ണാൻ കഴിയും. അപ്പം ഈ ഒരു ഹിജ്റ നടന്നത് മുഹറം മാസത്തിലാണ് നമുക്ക്. അപ്പോൾ ഈ ഒരു മുഹറം മാസം നോക്കുകയാണെങ്കിൽ മുഹറം മാസത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായതുപോലെ തന്നെ ധാരാളം നബിമാർക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾക്ക് ശേഷം ഒരു വിജയം വന്ന, ഒരു സന്തോഷങ്ങൾ വന്ന, സമാധാനങ്ങൾ വന്ന ഒരു മാസമായിട്ട് നമുക്ക് മുഹറത്തിനെ എണ്ണാൻ കഴിയും. അതുപോലെ തന്നെ ധാരാളം പവിത്രതകളുള്ള ഒരു മാസമാണ് മുഹറം. അപ്പോൾ മുഹറം മാസത്തിൻ്റെ പവിത്രതകൾ ഏറെയുണ്ടെന്നുള്ള, മുഹറം മാസം മറ്റുള്ള മാസങ്ങളെക്കാളും കൂടുതൽ മുഹറം മാസത്തിൽ ചില പ്രത്യേക ദിനങ്ങളും അതിൻ്റേതായ പവിത്രതകളുമുണ്ട്. ഒരുപാട് നബിമാർ മുമ്പ് പറഞ്ഞതുപോലെ ഒരുപാട് നബിമാർക്ക് സന്തോഷവും സമാധാനവും ലഭിച്ച മാസമാണ് മുഹറം. അള്ളാഹു തആല ഖുർആനിലോട് പറയുന്നുണ്ട്, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും എന്ന് ഖുർആനിലൂടെ അള്ളാഹു പ്രതിപാദിക്കുന്നുണ്ട്. അഥവാ 12 മാസങ്ങളിൽ പ്രധാനപ്പെട്ട യുദ്ധം ഹറാമാക്കിയ ഹുറും എന്ന പേരിലുള്ള 4 മാസങ്ങളുണ്ട്. അപ്പോൾ ഈ 4 മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് മുഹറം എന്നുള്ളത്. അപ്പോൾ ഈ മുഹറത്തിൽ യുദ്ധം ഹറാമാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിരവധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളിലൂടെയും അള്ളാഹുവിൻ്റെ കൽപ്പനകളിലൂടെയൊക്കെ മുഹറം മാസത്തിൻ്റെ പവിത്രത ഏറെ ഉണ്ടെന്ന് കാര്യം നമുക്ക് മനസ്സിലാക്കാനാകും. ഇപ്പോൾ മുഹറം മാസത്തിൽ നിരവധി പവിത്രതകൾ മറ്റുള്ള മാസത്തേക്കാൾ കൂടുതലായിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ
പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഇസ്ലാമിൽ തന്നെ ഏറ്റവും പ്രബലമായിട്ടുള്ള 3 പത്തുകൾ വിശേഷിപ്പിക്കാറുണ്ട്. റമദാനിലെ അവസാനത്തെ 10, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10, അങ്ങനെ മറ്റൊന്ന് ആയിട്ട് എണ്ണുന്നതെന്ന് പറഞ്ഞാൽ മുഹറത്തിലെ ആദ്യത്തെ 10ആണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പവിത്രതകൾ അടങ്ങിയിട്ടുള്ള ഒരു മാസമാണ് മുഹറം. മാത്രമല്ല ഈ മുഹറത്തിൽ ദ്വാ ചെയ്താൽ മറ്റുള്ള മാസങ്ങളെക്കാൾ കൂടുതൽ ദ്വാ ചെയ്താൽ ഉത്തരം കിട്ടുന്നൊരു മാസമായിട്ട് പണ്ഡിതന്മാർ പറയുന്നത് മുഹറം മാസത്തെയാണ്. കാരണം ഈ ഒരു ആശൂറ എന്നൊരു ദിവസത്തെ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം ഇത്തരത്തിലുള്ളൊരു കാര്യം. കാരണം പല പ്രവാചകന്മാരും മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ദ്വാ ചെയ്തുകൊണ്ട് അള്ളാഹു തആല ഉത്തരം കൊടുത്തിട്ടുള്ള ഒരു മാസം, ഒരു ദിവസമാണ് ആശൂറ. അപ്പോൾ ആ ആശൂറ ഉള്ളൊരു മാസമാണ് മുഹറം എന്നൊരു കൺസെപ്റ്റിലായിരിക്കാം മുഹറത്തിന് കൂടുതൽ പ്രാധാന്യം, ദ്വാ ചെയ്താൽ ഉത്തരം കിട്ടുന്ന ഒരു മാസമായിട്ട് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത്. അപ്പോൾ ഈ മുഹറത്തിൽ തന്നെ പ്രധാനപ്പെട്ട നമ്മൾ എന്തായാലും മുഹറത്തെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു പോകേണ്ട ഒരു 2 ദിവസമാണ് താസുആ, ആശൂറ എന്നുള്ളത്. താസുആ, ആശൂറ എന്നുള്ള 2 ദിവസങ്ങൾ അതിനെപ്പറ്റി ഒരു ചരിത്രമുണ്ട്. ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. അതായത് ഈ യഹൂദികളുടെ പരമോന്നത ദൈവമായിട്ട് അവർ കാണുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. അപ്പോൾ ഇത്തരത്തിൽ നബി തങ്ങൾ മദീനയിലേക്ക് വന്ന ശേഷം മദീനയിൽ യഹൂദികൾ കൂടുതലായിട്ട്, മുസ്ലിങ്ങൾ കഴിഞ്ഞാൽ പിന്നെ യഹൂദികൾ ഒരു ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് മദീന. അപ്പോൾ മദീനയിൽ ഇത്തരത്തിൽ യഹൂദികൾ മുഹറം 10 ദിവസം ഞങ്ങളുടെ മൂസാ നബിക്ക് ഫിർഔൻ എന്ന ശത്രുവിൽ നിന്ന് മോചനം ലഭിച്ച സമാധാനം, ഫിർഔനെ കൊന്നൊടുക്കിയ ഒരു ദിവസമാണ് ഈ ആശൂറ എന്ന് മനസ്സിലായിക്കൊണ്ട് ആ ദിവസം എന്താകുന്നുണ്ട്, അവർ നോമ്പ് നോൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ നബി തങ്ങൾ അവരെക്കാൾ കൂടുതൽ നോമ്പ് നോൽക്കുകയാണെങ്കിൽ അവരെക്കാൾ കൂടുതൽ ഇതിന് അർഹതപ്പെട്ട, ഈ നോമ്പ് നോൽക്കാൻ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അർഹതപ്പെട്ട ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരു സമൂഹം ഞങ്ങളാണെന്ന് പറയുകയും അങ്ങനെ ആശൂറായിൻ്റെ ദിവസം നബി തങ്ങൾ നോമ്പ് നോൽക്കുകയും മാത്രമല്ല തൊട്ട് മുമ്പത്തെ ദിവസമായ താസുആന്റെ ദിവസം 9ാമത്തെ ദിവസം നിങ്ങളിനി തുറന്നുകൊണ്ട് നോമ്പ് നോൽക്കണം എന്ന് നബി തങ്ങൾ കൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നോൽക്കും എന്ന് വരെ നബി തങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അടുത്ത വർഷം എന്തായിട്ടില്ല, നബി തങ്ങൾ താസുആന്റെ സമയത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ധാരാളം പ്രവാചകന്മാർക്ക് അവരുടെ മുസീബത്തുകളിൽ നിന്ന് അവർക്ക് രക്ഷ ലഭിച്ച ഒരു മാസമായിട്ടും ഒരു മുഹറത്തിന് എണ്ണാൻ സാധിക്കും. അപ്പം അതിൽ ഒരു ഉദാഹരണമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹം ഫിറൗനിൽ നിന്ന് രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ യൂനുസ് നബി ആ ഒരു തിമിംഗലത്തിൻ്റെ, ആ ഒരു മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് ഈ ഒരു കാണാൻ കഴിയും. യൂസുഫ് നബി ഈ ഒരു പട്ടക്കിണറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു മുഹറം ഇത്രക്ക് പവിത്രതയുള്ള ഒരു മാസമാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു മുഹറത്തിലൊരു ഓർത്ത് വെക്കേണ്ട നമ്മുടെ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു കറുത്ത ഹേഡായിട്ടുള്ള ഒരു സംഭവം കൂടി മുഹറത്തിൽ നടന്നിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുംബിച്ച ഹുസൈൻ റളിയല്ലാഹു അലി റളിയല്ലാഹുവിൻ്റെ മകൻ, നബി തങ്ങളുടെ പേരക്കുട്ടി. അപ്പം അദ്ദേഹത്തിൻ്റെ മരണത്തിനിടയാക്കിയ ഒരു കർബല എന്ന ഒരു യുദ്ധം അത് നടന്നത് ഈ ഒരു മുഹറം മാസത്തിലാണ്. ഒരു ആശൂറാൻ്റെ ദിവസം തന്നെയാണ് ഹുസൈൻ റളിയല്ലാഹു ഒരു കർബല യുദ്ധത്തിൽ വഫാത്താകുന്നത്. അപ്പം ഇതുപോലുള്ള ധാരാളം നല്ല കാര്യങ്ങളും നമുക്ക് ഇസ്ലാം വിശ്വാസികൾക്ക് സന്തോഷമേകുന്ന നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ അതേസമയം ദുഃഖത്തിലാഴ്ത്തുന്ന ചില കറുത്തേടുകളും ഈ ഒരു മുഹറത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. നടന്ന ചർച്ചകളെല്ലാം നമുക്ക് മനസ്സിലായതുണ്ട് ഇസ്ലാമിലെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകപ്പെടുന്ന ഒരു സംഭവമാണ് ഹിജറ എന്നുള്ളതും. ആ ഹിജറ വർഷത്തിൽ തന്നെ ഏറ്റവും പവിത്രതയുള്ള മാസമാണ് മുഹറം എന്നും അതിൻ്റേതായ പവിത്രതകളും അതിൻ്റെ ഓരോ കാരണങ്ങളും ഉണ്ടെന്ന കാര്യം നമ്മൾ മുമ്പുള്ള ചർച്ചകളിലൂടെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ഈ ഓരോ ഹിജറ വർഷം വരുമ്പോഴും ഓരോ പുതുവർഷം കടന്നു വരുമ്പോഴും ആത്മനിർവൃതിയോടെ അതിനെ സ്വീകരിച്ച് സത്യവിശ്വാസികളായി മുന്നേറണമെന്നാണ് നമുക്ക് ഈ ഉള്ള പവിത്രതകളെല്ലാം കൂടി നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഹിജറയെക്കുറിച്ചുള്ള മുഹറത്തെക്കുറിച്ചുള്ള നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും.